നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു വാക്കേതാണ്? തീർച്ചയായും അത് മരണം എന്ന വാക്ക് തന്നെയാണ്. മരണം സംഭവിച്ചാൽ ഒരു മനുഷ്യന് എന്ത് സംഭവിക്കും? എല്ലാം അവിടെ അവസാനിക്കുമോ? നമുക്ക് മുൻപ് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ എവിടെയാണ്? നമുക്ക് നമ്മളെ കാണ അവർക്ക് നമ്മളെ കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ മരിക്കുന്നവർക്ക് മുൻപ് മരിച്ചവരെ കാണാൻ പറ്റുമോ? മരണത്തിനു ശേഷം വീണ്ടും ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുമോ? ഇതൊരു വെറും കൗതുക ചോദ്യമല്ല. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ ഹൃദയം തകർന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. ചില സിനിമകളിലും കഥകളിലും പറയുന്നത് പോലെ മരിച്ചവർ ആത്മാക്കളായി നമ്മുടെ വീടിന് ചുറ്റും നടക്കുമോ? അതോ പുനർജന്മം എടുക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം മനുഷ്യന്റെ വെറുമൊരു തോന്നലുകൾക്കപ്പുറം, അല്ലെങ്കിൽ വികാരങ്ങൾക്കപ്പുറം ബൈബിൾ എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡോക്ടർമാർ പറയും ശ്വാസം നിലയ്ക്കുമ്പോഴോ ഹൃദയം നിശ്ചലമാകുമ്പോഴോ മരണം സംഭവിച്ചു എന്ന്. എന്നാൽ മനുഷ്യൻ എന്നാൽ വെറുമൊരു ശരീരം മാത്രമല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഓതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതിൽ 3 ഘടകങ്ങളുണ്ട്. 1 ശരീരം, 2 ജീവശ്വാസം, 3 ആത്മാവ്. മരണം സംഭവിക്കുമ്പോൾ ശരീരം മണ്ണിലേക്ക് തിരികെ ചേരുന്നു. എന്നാൽ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് സഭാപ്രസംഗൻ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് മരണം ഒരു അവസാനമല്ല, അതൊരു വേർപാട് മാത്രമാണ്. പലർക്കുമുള്ള മറ്റൊരു സംശയമാണ് പുനർജന്മം ഉണ്ടോ എന്നത്. എന്നാൽ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പുനർജന്മം എന്നൊന്നില്ല. ആത്മാവ് ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയുമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മരിച്ചവർക്ക് ബോധമുണ്ടോ? അവർ നമ്മളെ കാണുന്നുണ്ടോ? ബൈബിൾ പറയുന്ന സത്യം വ്യക്തമാണ്. സഭാപ്രസംഗകൻ 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അതായത് ഭൂമിയിലെ കാര്യങ്ങളിൽ ഇപ്പോൾ അവർക്ക് യാതൊരു പങ്കുമില്ല. അവർ നമ്മുടെ ദൈനംദിന ജീവിതം നിരീക്ഷിക്കുന്നതുമില്ല. ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുന്നു, പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല, അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയുമില്ല. എന്നാൽ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മരിച്ചവർക്ക് ബോധമുണ്ട്. അവർക്ക് തങ്ങളുടെ കുടുംബത്തെയും ഭൂമിയിലെ കാര്യങ്ങളെയും ഓർക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങി വരാനോ ഇവിടെയുള്ളവരോട് ഇടപെടാനോ യാതൊരു അനുവാദവുമില്ല. അപ്പോൾ ചിലർ ചോദിക്കാം, ഞങ്ങൾ മരിച്ചുപോയവരെ സ്വപ്നത്തിൽ കണ്ടു, അവരുടെ ശബ്ദം കേട്ടു, സാന്നിധ്യം അറിഞ്ഞു എന്നൊക്കെ. അതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ 11:14 ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാത്താൻ താനും വെളിച്ചത്തിന്റെ ദൂതന്റെ വേഷം ധരിക്കുന്നു. അതുകൊണ്ട് മരിച്ചവരുടെ പേരിൽ വരുന്ന എല്ലാ ആത്മീയ അനുഭവങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല. മരിച്ചവരോട് സംസാരിക്കുന്നതിനെയും ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നതിനെയും ദൈവം പൂർണ്ണമായി വെറുക്കുന്നു എന്ന് ആവർത്തന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ നിങ്ങളെ ഇപ്പോൾ കാണുന്നതും കാത്തു സൂക്ഷിക്കുന്നതും മരിച്ചുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരല്ല, ദൈവമാണ്. എന്നാൽ നമുക്ക് വലിയൊരു പ്രത്യാശ നൽകുന്ന ഒരു ഭാഗമുണ്ട്. സ്വർഗത്തിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുമോ? അതെ, മരണമെന്നത് ശാശ്വതമായ ഒരു വേർപാടല്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ അവരോട് കൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതുവഴി നമുക്ക് വീണ്ടും ഒരു കൂടിക്കാഴ്ച സാധ്യമാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അരികിലേക്ക് ചേർത്തുകൊള്ളും. കൂടാതെ മത്തായി-അധ്യായത്തിൽ യേശുവിന്റെ രൂപാന്തരീകരണത്തിൽ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നത് ശിഷ്യന്മാർ കാണുന്നുണ്ട്. അവിടെ അവർ കൃത്യമായി തിരിച്ചറിയപ്പെട്ടു. ഇതിൽ നിന്ന് സ്വർഗത്തിൽ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ലെന്നും പ്രിയപ്പെട്ടവരെ പരസ്പരം തിരിച്ചറിയാൻ കഴിയുമെന്നും വ്യക്തമാക്കുന്നു. ദാവീദ് തന്റെ മരിച്ചുപോയ കുഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ എന്നിലേക്ക് മടങ്ങി വരികയുമില്ലല്ലോ, ഞാൻ അവന്റെ അടുക്കലേക്ക് പോകും. അതായത് ഒരു ദിവസം താൻ തന്റെ കുഞ്ഞിനെ വീണ്ടും കാണുമെന്ന് ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. ഉയർത്തെഴുന്നേൽപ്പും സ്വർഗത്തിലെ ശാശ്വതമായ കൂടിക്കാഴ്ചയും. മരണം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, അത് നിത്യതയിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ്. ഈ വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ ഇന്ന് തന്നെ ദൈവവുമായുള്ള ബന്ധം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിലൂടെ മരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തത ലഭിച്ചു എന്ന് കരുതുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രത്യാശയുടെ സന്ദേശം എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ആഴമേറിയ ആത്മീയ സത്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.